ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ ഫെബ്രുവരി 15-ാം തീയതി നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയുടെ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോയാലോ. നമുക്കറിയാം നമുക്ക് എന്താണ് ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യം സെഷൻസും ഉണ്ട്, അതുപോലെ നമ്മുടെ എക്സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പാർട്ട് 1 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2 സെഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിട്ടുപോയതോ ആയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള സമയം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. വരുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയുടെ പരീക്ഷ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. റെയിലിംഗ് ബാരിയർ എന്തിനാണ് നൽകിയിരിക്കുന്നത്? റെയിലിംഗ് ബാരിയർ എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്? കാൽ നടക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റെയിലിംഗ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ അധികം നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ റെയിലിംഗ് ബാരിയറുകൾ വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയാണ്? കാൽ നടക്കാർ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് റെയിലിംഗ് ബാരിയേഴ്സ് വെച്ചത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് റെയിലിംഗ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പം തിരക്കേറിയ നഗരപ്രദേശങ്ങളിലും കവലകളിലും കാൽ നടക്കാർ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെയിലിംഗ് ബാരിയറുകൾ സ്ഥാപിക്കുന്നത്. കാൽ നടക്കാർ ഫുട്പാത്തിലൂടെ മാത്രം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ വാഹനങ്ങൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. വാഹനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സമാകാത്ത രീതിയിൽ കാൽ നടക്കാരെ നിയന്ത്രിക്കാൻ റെയിലിംഗ് ബാരിയറുകൾ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, നിർബന്ധമായും പാലിക്കേണ്ട റോഡ് ചിഹ്നങ്ങൾ ഏത് ആകൃതിയിലാണ്? ആകൃതിയിലാണ്? വൃത്താകൃതിയിലാണ് കേട്ടോ, വൃത്താകൃതി. അപ്പം 3 തരത്തിലാണ് നമ്മുടെ റോഡ് ചിഹ്നങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് നിർബന്ധിത ചിഹ്നങ്ങൾ, രണ്ടാമത്തതോ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ, മൂന്നാമത്തതോ നമുക്ക് വിവരങ്ങൾ നൽകുന്ന ചിഹ്നങ്ങൾ. അപ്പം ഈ ആദ്യത്തേത് നിർബന്ധിത ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് വൃത്താകൃതിയിലുള്ളവയായിരിക്കും. അതിന് എക്സാമ്പിൾ നമുക്ക് നോ എൻട്രി അല്ലേ, അതുപോലെ 1 വേ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വൃത്താകൃതി. അത് നമ്മൾ പാലിക്കാതിരുന്നാൽ നിയമലംഘനമാണ്. അപ്പം നിർബന്ധിതമായിട്ടുള്ള ചിഹ്നങ്ങൾ എന്തിലായിരിക്കും ഉണ്ടാവുക? വൃത്താകൃതിയിലായിരിക്കും ഉണ്ടാവുക. അടുത്തത് മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ. നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. അതായത് മുന്നിൽ ഇപ്പം ഒരു പാലമുണ്ട് അല്ലെങ്കിൽ ഒരു വളവുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ളതാണ് മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ. അത് ഏതാകൃതിയിലായിരിക്കും? ത്രികോണാകൃതിയിലായിരിക്കും കേട്ടോ. അടുത്തത് വിവരങ്ങൾ നൽകുന്ന ചിഹ്നങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഇൻഫോർമാറ്റീവ്, അതായത് ഇപ്പോൾ മുന്നിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അല്ലെ ആശുപത്രി പരിസരമാണ്, അല്ലെങ്കിൽ സ്കൂൾ പരിസരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിവരങ്ങൾ നൽകുന്ന ചിഹ്നങ്ങൾ. അത് ഏതാകൃതിയിലായിരിക്കും? ഒന്നുകിൽ ചതുരാകൃതിയിൽ അല്ലെങ്കിൽ സമചതുരാകൃതിയിലായിരിക്കും. അടുത്തത് ഇരുചക്ര വാഹനങ്ങൾ നിർബന്ധമല്ലാത്ത ഘടകം ഈ തന്നിരിക്കുന്നതിൽ വിങ് പ്രൊട്ടക്ടർ ആണ്. മറ്റ് 3ഉം നമുക്ക് ഇരുചക്ര വാഹനങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അപ്പം നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം സുരക്ഷയ്ക്കായി സൈഡ് വ്യൂ മിറർ, റിയർ വീൽ കവർ, നമുക്കറിയാം സാരി ഗാർഡ്, അതുപോലെ റിയർ ഹാൻഡ് ഗ്രിപ്പ് എന്നിവ അത്യാവശ്യമാണ്. വിങ് പ്രൊട്ടക്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? അതീവ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിങ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നത്. അത് അത് നിർബന്ധമുള്ള കാര്യമല്ല. നിയമപരമായി അതിന് നിർബന്ധമില്ല എങ്കിലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ഘടിപ്പിക്കുന്നത്. അടുത്തത്, ഹെവി വാഹനങ്ങൾക്ക് ഘാട്ട് റോഡുകളിൽ അനുവദനീയമായ പരമാവധി വേഗത എത്രയാണത്? അത് 35 km/h ആണ് കേട്ടോ. 35 km/h. നമുക്കറിയാം എന്താണ് ഈ ഘാട്ട് റോഡ്? നമ്മുടെ മലയോര പാത അല്ലെങ്കിൽ ചുരങ്ങൾ, ഇതൊക്കെയാണ് ഘാട്ട് റോഡുകളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതകൾ ഉള്ളത് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ല എങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അപകടം സംഭവിക്കാനും അതുപോലെ മരണം സംഭവിക്കാനും സാധ്യതയുള്ളത് ഘാട്ട് റോഡുകളിലുള്ള യാത്രയിലാണ്. അപ്പം മലയോര പാതകളിലും ചുരങ്ങളിലും അപകട സാധ്യത കൂടുതൽ ആയതിനാൽ വേഗത വളരെ കുറവായിരിക്കണം. ഇവിടെ ഹെവി വാഹനങ്ങൾക്ക് അനുവദനീയമായ പരമാവധി വേഗത 35 km/h ആണ്. അതുപോലെ സാധാരണ കാറുകൾക്കും മറ്റും ഘാട്ട് റോഡുകളിൽ പരമാവധി വേഗത എത്രയാണ്? 40 km/h. അതായത് മണിക്കൂറിൽ 40 km ആയിരിക്കും ഇതിൻ്റെ ദൂരം. അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുന്നതിന് മുൻപ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ
ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ബ്രേക്ക് സിസ്റ്റം ആണ് അല്ലേ? ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നതാണ്. ഇത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതുകൊണ്ട് അപകടങ്ങൾ നടക്കും. മറ്റുള്ള എന്താണ്, ഇപ്പോൾ ഫ്യുവൽ ആണെങ്കിലും അതുപോലെ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണെങ്കിലും കൂളിംഗ് സിസ്റ്റം ആണെങ്കിലും എന്താണ്, നമ്മൾക്ക് വാഹനം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ട് നേരിടുക. പക്ഷേ ബ്രേക്ക് സിസ്റ്റോ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അപകടം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അപ്പം നമുക്ക് നോക്കാം. വാഹനത്തിന്റെ നിയന്ത്രണത്തിനും സുരക്ഷിതമായ യാത്രയ്ക്കും ബ്രേക്കുകളുടെ പ്രവർത്തനം കൃത്യമായിരിക്കണം. ബ്രേക്ക് പരാജയപ്പെടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ ഡെയിലി ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന് ടയറിന്റെ പ്രഷർ അല്ലേ, ടയറിലെ കാറ്റ്, തേയ്മാനങ്ങൾ എന്നിവ പരിശോധിക്കണം. പിന്നെയോ ലൈറ്റുകൾ, ഹെഡ് ലൈറ്റ്, ഇൻഡിക്കേറ്ററുകൾ, ബ്രേക്ക് ലൈറ്റ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. അതൊക്കെ ഡെയിലി ചെക്സിൽ വരുന്നതാണ്. അതുപോലെ മിററുകൾ, റിയർ വ്യൂ മിററുകൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കണം. പിന്നെയോ ഡാഷ്ബോർഡ് വാർണിംഗ് ലൈറ്റുകൾ, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൽ അസ്വാഭാവികമായ സിഗ്നൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഡെയിലി ചെക്സിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. അടുത്തത്, വാഹനം അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരുക്ക് പറ്റിയാൽ ഡ്രൈവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്നതാണ് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം. അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? പ്രഥമ ശുശ്രൂഷ നൽകുക എന്നതാണ്. ഇപ്പം എന്താണ്? മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134 പ്രകാരം ഒരു അപകടം സംഭവിച്ചാൽ ഡ്രൈവർക്ക് ചില നിയമപരമായ ബാധ്യതകളുണ്ട്. ഒന്നെന്താണ്? പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് അല്ലേ? പരിക്കേറ്റ വ്യക്തിക്ക് ലഭ്യമായ രീതിയിൽ ഉടൻ പ്രഥമ ശുശ്രൂഷ നൽകുക എന്നതാണ് ആദ്യത്തെ കടമ. അടുത്തതോ, പരിക്കേറ്റയാളെ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കണം. അപകടം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യാം. അപ്പം അതേതാണ്? സെക്ഷൻ 134 കേട്ടോ. അടുത്തത്, ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ട ഉപകരണം. എന്താണ്? ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ട ഉപകരണം അതേതാണ്? സ്പാർക്ക് അറസ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ അപകടകരമായ വസ്തുക്കൾ, അതായത് പെട്രോള്, ഡീസൽ, പാചകവാതകം തുടങ്ങിയവ കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹസാഡസ് വാഹനം എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? സ്പാർക്ക് അറസ്റ്റർ ആണ്. വാഹനത്തിന്റെ എക്സോസ്റ്റ് പൈപ്പിലൂടെ തീപ്പൊരികൾ പുറത്തേക്ക് വരുന്നത് തടയുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? സ്പാർക്ക് അറസ്റ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ഫ്യൂവൽസ് ആണ് അല്ലേ? അപ്പം അങ്ങനത്തത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. അങ്ങനെയുള്ളതാണ് സ്പാർക്ക് അറസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, നിയമപ്രകാരം ഒരു മോട്ടോർ വാഹനത്തിന് അനുവദനീയമായ പരമാവധി വീതി അത് ഓപ്ഷൻ എ ആണ്, 2.7 മീറ്റർ. സ്വാഭാവികമായിട്ട് 2.6 മീറ്റർ ആണ്. അപ്പം എന്താണ്? പരമാവധി 2.7 വരെ ഒക്കെ എത്താം. അപ്പം എന്താണ്? കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ചട്ടങ്ങൾ പ്രകാരമാണ് മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി അളവുകൾ നിശ്ചയിക്കുന്നത്. അതായത് നീളം, വീതി, ഉയരം. ഇപ്പം മിക്ക വാഹനങ്ങൾക്കും വീതി എത്രയായിരിക്കും? 2.6 മീറ്റർ ആയിരിക്കും. അതുപോലെ ട്രെയിലറുകളുടെ പരമാവധി ഉയരം സാധാരണയായിട്ട് എത്രയാണ്? 3.8 ആണ്. അത് 4 മീറ്റർ ആയിട്ടും ചില സാഹചര്യങ്ങൾ 4.52 മീറ്റർ ആയിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ട്രെയിലറുകളുടെ നീളം 18 മീറ്ററിൽ നിന്ന് 18.75 മീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ക്വാഡ്രി സൈക്കിൾ അതിൻ്റെത് 1.5 മീറ്ററിൽ കൂടുവാൻ പാടുള്ളതല്ല. പിന്നെയോ കോംബൈൻ ഹാർവെസ്റ്റർ അതിൻ്റെ വീതി 3.3 മീറ്ററിൽ കൂടുതൽ ആകാൻ പാടില്ല. അടുത്തത്, ഘാട്ട് റോഡുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ഓടിക്കരുത് അല്ലേ? ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ഓടിക്കരുത്. ചുരം റോഡുകളിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ ക്ലച്ച് അമർത്തിപ്പിടിച്ച് വണ്ടി ഓടിക്കുന്നത് അതീവ അപകടകരമാണ്. ക്ലച്ച് അമർത്തിപ്പിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വേർപെടുന്നു. അതുമൂലം എന്ത് ചെയ്യുന്നത്? നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് നഷ്ടമാവുകയും വാഹനം അമിത വേഗതയിൽ നിയന്ത്രണമില്ലാതെ താഴേക്ക് പോവുകയും ചെയ്യും.
പിന്നെയോ ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് വാഹനം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്താ, ബ്രേക്കിംഗ് ലൈനറുകൾ അമിതമായിട്ട് ചൂടായിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഫെയിലിയർ സംഭവിക്കാനും അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അപകടങ്ങൾ സംഭവിക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഘാട്ട് റോഡുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോ ഗിയറിൽ മാത്രമേ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ പാടുകയുള്ളൂ. കാരണം നമുക്കറിയാം സ്പീഡ് വളരെ കുറവായിരിക്കണം അല്ലേ. ഇനി ശാരീരികമായും മാനസികമായും അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹം? വകുപ്പ് 186 പ്രകാരം ശിക്ഷാർഹമാണ്. എന്താണ്? ശാരീരികമായും മാനസികമായും അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് വകുപ്പ് 186 പ്രകാരം ശിക്ഷാർഹമാണ്. അപ്പൊ എന്താണ്, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 186 വ്യക്തമാക്കുന്നത് എന്താണ്? ശാരീരികമായോ മാനസികമായോ വാഹനം ഓടിക്കാൻ പ്രാപ്തനല്ലാത്ത ഒരാൾ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് എന്നതാണ്. അതേപോലെ വകുപ്പ് 184 എന്താണ്? അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ്. ഓർത്ത് വെക്കുക, സെക്ഷൻ 134 എന്താണ്? അപകടം നടന്നാൽ ഡ്രൈവർ ചെയ്യേണ്ട കടമകൾ. പിന്നെയോ സെക്ഷൻ 186 എന്താണ്? അയോഗ്യതയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ. പിന്നെയോ സെക്ഷൻ 185 എന്താണ്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ. അപ്പൊ ഓർത്തു വെക്കണേ. അടുത്തത് തികച്ചും അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണ് ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി സഡൻ ബ്രേക്കിംഗ് അല്ലേ. സഡൻ ബ്രേക്കിംഗ്. പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ എന്തായിരിക്കുന്നു, പിന്നിൽ നിന്ന് വാഹനങ്ങൾ വന്ന് നമുക്ക് ഇടിക്കുന്നതും അതുപോലെ നമ്മുടെ വണ്ടി ഒന്നെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, സഡൻ ബ്രേക്ക് ഏറ്റവും അത്യാവശ്യം, ഏറ്റവും എന്താണ്, ഇനിയൊന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സഡൻ ബ്രേക്ക് ഇടേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, ബ്രേക്ക് ഇടുന്നത് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഇടിക്കുന്നതിനും ടയറുകൾ തെന്നുന്നതിനും കാരണമാകും. അതിനാൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ മുന്നിൽ വരുമ്പോൾ മാത്രമേ സഡൻ ബ്രേക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ. മറ്റ് സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മുടെ നോർമൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏറ്റവും നിർബന്ധിതമായി വേണ്ട കാര്യം. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് നമ്മൾ ഇന്ത്യയിൽ സാധാരണ റൈറ്റ് ഹാൻഡ് ആണ് അല്ലേ. ഈ ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ എന്തായിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് വാഹനത്തിന്റെ പുറകിൽ എഴുതിയിരിക്കണം. ഓർത്തു വെക്കണേ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് വാഹനത്തിന്റെ പുറകിൽ എഴുതിയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പുറകിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഏതാണ് ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം എന്താണ്, ഇന്ത്യയിൽ സാധാരണയായിട്ട് നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെയോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിൽ എന്താണ്, വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോൾ മറ്റു വാഹന ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകാൻ വാഹനത്തിന്റെ പുറകിൽ എന്ത് എഴുതണം, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. അതുപോലെ വശങ്ങളിലേക്ക് തിരിയുന്നതിനെ പ്രത്യേക നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യുകയും വേണം. അതിപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവേഴ്സിന് മാത്രമല്ല, റൈറ്റ് ഹാൻഡ് ആണെങ്കിലും നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ടേൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യണം അല്ലേ. പിന്നെ ഏതുതരം വാഹനങ്ങൾക്കാണ് എമർജൻസി ഇൻഫർമേഷൻ പാനൽ നിർബന്ധമാക്കിയിട്ടുള്ളത്? ഏതുതരം വാഹനങ്ങൾക്കാണ് എമർജൻസി ഇൻഫർമേഷൻ പാനൽ നിർബന്ധമാക്കിയിട്ടുള്ളത്? അതേതാണ്? ഹസാഡസ് ഗുഡ്സിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എമർജൻസി ഇൻഫർമേഷൻ പാനൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അവർ ആ വാഹനത്തിൽ ഏത് തരം ഫ്യൂവലാണെന്ന് മനസ്സിലാക്കി അത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് തരം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നും അതായത് അപകടത്തിന് നമുക്ക് എന്താണ് എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാനൽ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്, അപകടകരമായ വസ്തുക്കൾ അതായത് പെട്രോൾ, ഗ്യാസ്, ആസിഡ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തകർക്ക് ആ വസ്തുവിനെ കുറിച്ച് കൃത്യമായ വിവരം നൽകുവാൻ വേണ്ടിയാണ് ഈ പാനൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പാനലിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന്, UN നമ്പർ. അടുത്തതോ ഹാസ്കിംഗ് കോഡ്. 3, അപകട സൂചന ചിഹ്നം. ഈ 3 കാര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കണം. അപ്പൊ UN നമ്പർ എന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ ഓരോ അപകടകരമായ വസ്തുവിനും നൽകിയിട്ടുള്ള നമ്പറാണ് UN നമ്പർ. ഇനിയോ ഹാസ്കിംഗ് കോഡ്. ഹാസ്കിംഗ് കോഡ് എന്താണ്? തീപിടുത്തമോ ചോർച്ചയോ ഉണ്ടായാൽ അത് എങ്ങനെ പ്രതിരോധിക്കണം എന്ന് അഗ്നിശമന സേനാംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കോഡാണ് ഏത്? ഹാസ്കിംഗ് കോഡ്. ഇനിയോ അപകട സൂചന ചിഹ്നം. ആ വസ്തു എത്രത്തോളം അപകടകാരിയാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രം. അതായത് തീ പിടിക്കുന്നതാണെങ്കിൽ തീയുടെ ചിഹ്നം, അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് വാഹനത്തിൻ്റെ
വശങ്ങളിലും പുറകിലും ഈ പാനൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അടുത്തത്, മുൻപിൽ വഴുക്കലുള്ള റോഡ് എന്ന മുന്നറിയിപ്പ് ചിഹ്നം കണ്ടാൽ എന്ത് ചെയ്യണം? ഗിയർ ഡൗൺ ചെയ്ത് ഓടിച്ചു പോകണം അല്ലേ? ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ സ്ലോയിൽ പോകണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപകടം ഉണ്ടാവും അല്ലേ? അപ്പം വഴുവഴുപ്പുള്ള റോഡുകളിൽ ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് വാഹനം തെന്നിമാറാൻ കാരണമാകും. അതിനാൽ വേഗത കുറയ്ക്കാൻ ഗിയർ ഡൗൺ ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അടുത്തത്, ടെയിൽ ഗേറ്റിംഗ് എന്നാൽ, ടെയിൽ എന്ന് പറഞ്ഞാൽ വാല് അല്ലേ? അപ്പോൾ അതേപോലത്തെ ആൻസർ ആയിരിക്കും അതിൽ. എന്താണ്? മുന്നിൽ പോകുന്ന വാഹനത്തെ പിന്തുടർന്ന് അകലം പാലിക്കാതെ ഓടിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്താണ് ടെയിൽ ഗേറ്റിംഗ്? മുന്നിൽ പോകുന്ന വാഹനത്തെ പിന്തുടർന്ന് അകലം പാലിക്കാതെ ഓടിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് വഴി അറിയില്ലെങ്കിൽ നമ്മൾ 2 or 3 വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ് എന്ത് ചെയ്യും? മുന്നിൽ പോകുന്ന വണ്ടീൻ്റെ പുറകെ വെച്ച് പിടിക്കും അല്ലേ? അപ്പം നമ്മൾ വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാറില്ല. അങ്ങനെ പോകുന്നത് വളരെ അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെയിൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ടെയിൽ ഗേറ്റിംഗ്. അപ്പം എന്താണ്? മുന്നിൽ പോകുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ പുറകിലുള്ള വാഹനം പോയി ഇടിക്കാൻ ഇത് കാരണമാകുന്നു. അതുപോലെ എന്ത് ചെയ്യണം? സുരക്ഷിതമായ അകലം, അതായത് മുന്നിലുള്ള വാഹനവുമായിട്ട് കൃത്യമായിട്ട് ഒരു സുരക്ഷിത അകലം പാലിക്കണം. ഇതിനായിട്ട് 2 second നിയമം സാധാരണയായി നിർദ്ദേശിക്കപ്പെടാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചോ, 2 second റൂൾ അതെന്താണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്തത്, ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യം. ഹാൻഡ് ബ്രേക്ക് എന്തിനു വേണ്ടിയാണ്? ഹാൻഡ് ബ്രേക്ക് പാർക്കിങ്ങിന് വേണ്ടിയാണ് ഹാൻഡ് ബ്രേക്ക് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാറുള്ളത്? ഒന്നെങ്കിൽ കയറ്റത്തിൽ അല്ലെ ഇറക്കത്തിലൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ്? ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നോർമൽ സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് അല്ലേ? അപ്പം വാഹനം നിർത്തിയിടുമ്പോൾ പ്രത്യേകിച്ച് ഇറക്കങ്ങളിലോ കയറ്റങ്ങളിലോ വാഹനം തനിയെ ഉരുണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ മറ്റൊരു പേരാണ് പാർക്കിംഗ് ബ്രേക്ക്. ഇനി വാഹനം കെട്ടിവലിക്കുമ്പോൾ പരമാവധി അനുവദിക്കപ്പെട്ട വേഗത എത്രയാണ്? മണിക്കൂറിൽ 24 കിലോമീറ്റർ. അപ്പോൾ 24 km/h വേഗതയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വാഹനം കെട്ടിവലിക്കുമ്പോൾ പരമാവധി അനുവദിക്കപ്പെട്ട വേഗതയാണ് 24 km/h എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്? തകരാറിലായ ഒരു വാഹനത്തെ മറ്റൊരു വാഹനം കെട്ടിവലിക്കുമ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല എന്നാണ് മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്നത്. അടുത്തത്, ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നാൽ, ഡിഫെൻസീവ് ഡ്രൈവിംഗ് ഡിഫെൻഡ് ചെയ്യുക. അപ്പം എന്താണ്? മറ്റുള്ളവർ നിയമലംഘനം ഉണ്ടാക്കും എന്ന മുൻകരുതലോടെയുള്ള ഡ്രൈവിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫെൻസീവ് ഡ്രൈവിംഗ്. എന്താണ്? മറ്റുള്ളവർ നിയമലംഘനം ഉണ്ടാക്കും എന്ന മുൻകരുതലോടെയുള്ള ഡ്രൈവിംഗ്. ഇപ്പം എന്താണ്? റോഡിലെ മറ്റ് ഡ്രൈവർമാർ അശ്രദ്ധ കാണിച്ചാലും അല്ലെങ്കിൽ നിയമം തെറ്റിച്ചാലും അപകടം ഒഴിവാക്കാൻ പാകത്തിൽ മുൻകരുതലെടുത്ത് വാഹനം ഓടിക്കുന്ന രീതിയാണ് എന്ത്? ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ സ്വകാര്യ വാഹനം അല്ലാത്തത് അതേതാണ്? പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ. എന്താണ്? പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ആണ് താഴെ പറയുന്നവയിൽ സ്വകാര്യ വാഹനം അല്ലാത്തത്. അതെന്തിനു വേണ്ടിയാണ്? ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ കൊണ്ടുപോകുന്നത് പോലുള്ള വാണിജ്യപരമോ അല്ലെങ്കിൽ പൊതുവായതോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനമാണ് ഇത് പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അടുത്തത്, യു ടേൺ പാടില്ലാത്ത സാഹചര്യം. അതെന്താണ്? യു ടേൺ പാടില്ലാത്ത സാഹചര്യം. തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ നമുക്ക് എന്ത് പാടില്ല? യു ടേൺ പാടില്ല. ഓർത്ത് വെക്കുക, തുടർച്ചയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ. അപ്പം തിരക്കുള്ള റോഡുകളിൽ യു ടേൺ എടുക്കുന്നത് ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യു ടേൺ എടുക്കാൻ പാടില്ല. അടുത്തത്, മഞ്ഞ പ്രകാശമുള്ള ലൈറ്റ് ഉപയോഗിക്കുന്ന സാഹചര്യം. നമ്മൾ ഫോഗ് ലൈറ്റ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അതെവിടെയാണ്? മഞ്ഞുള്ളപ്പോഴാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പം കനത്ത മഞ്ഞുള്ളപ്പോൾ സാധാരണ ഹെഡ് ലൈറ്റിനേക്കാൾ മഞ്ഞ പ്രകാശമാണ് കൂടുതൽ കാഴ്ച വ്യക്തമാക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞ ലൈറ്റ് നമ്മൾ ഫോഗ് ലൈറ്റ് എന്നും പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കേന്ദ്ര മോട്ടോർ വാഹന റൂൾ 125 പ്രകാരം നിർബന്ധമായത് എന്താണ്? ഓപ്ഷൻ ബി, സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, കേന്ദ്ര മോട്ടോർ വാഹന റൂൾ 125 പ്രകാരം നിർബന്ധിതമായത് എന്താണ്? സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് കേട്ടോ.
അടുത്തത്, വാഹനാപകടങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് റൂൾ 125 നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പാർട്ട് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷയെക്കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ, ഏത് പരീക്ഷയായാലും മീൻസ് PSC റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പരീക്ഷയെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ എന്താണ്, നമ്മൾ ബെപ്കോ LDC, VFA, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഉള്ള മറ്റ് PSC പരീക്ഷകൾ, ഡിഗ്രി ലെവൽ പരീക്ഷകളായ SBCID, KAT മുതലായ പരീക്ഷകൾക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് ഫീയിൽ ഡിഡക്ഷൻ വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനും ലഭിക്കുന്നതാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.